Welcome students to this video module on applications of Michelson interferometer. In the last session we discussed about the construction and working of a Michelson interferometer. Today we are going to learn about the applications. Okay, the first application is determination of wavelength of monochromatic light. Okay, or monochromatic light or single wavelength ulla oru light inde wavelength കണ്ടുപിടിക്കുന്നതിന് എങ്ങനെ മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ ഉപയോഗിക്കാം എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ Michelson interferometer it is adjusted to get a bright, dark and dark circular fringes in the field of view of the telescope. Michelson interferometer clear ആയിട്ടുള്ള bright and dark fringes കിട്ടുന്നതിന് വേണ്ടി adjust ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ring focus ചെയ്യുക. അതിന്റെ പൊസിഷൻ നോട്ട് ചെയ്യുക. Okay. So with any ring at the center, the micrometer reading is noted. അത് നമുക്ക് x1 എന്ന് വിളിക്കാം. Okay, x1 is the position of any ring. അതിനുശേഷം m1 എന്ന് പറയുന്ന മിററിന്റെ പൊസിഷൻ ഫിക്സ് ചെയ്തിട്ട് m2ന്റെ മൈക്രോമീറ്റർ സ്ക്രൂ മൂവ് ചെയ്യുക. അപ്പോൾ മിറർ m2 സ്ലൈറ്റ്ലി മൂവ്ഡ്. അത് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ നമ്മൾ ടെലിസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ട് വേണം മിറർ സ്ക്രൂ m2 മൂവ് ചെയ്യുന്നതിനായിട്ട്. അപ്പോൾ ആ മിറർ സ്ക്രൂ മൂവ് ചെയ്യുന്നതോടുകൂടി തന്നെ നമ്മൾ നോക്കിക്കൊണ്ടിരുന്ന ഫ്രിഞ്ച് മാറുന്നു, ഫ്രിഞ്ച് ഡിസപ്പിയർ ചെയ്യുന്നു, അടുത്തൊരു ഫ്രിഞ്ച് അപ്പിയർ ചെയ്യുന്നു, അഗെയിൻ ഫ്രിഞ്ചസ് അപ്പിയർ ആൻഡ് ഡിസപ്പിയർ അങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ നമ്മളൊരു ബ്രൈറ്റ് ഫ്രിഞ്ചിനെയാണ് നോക്കിയിട്ടുള്ളതെങ്കിൽ തൊട്ടടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ച് പോയിരുന്നു, പിന്നെ പോയിരുന്നു, അങ്ങനെ എത്ര ഫ്രിഞ്ചസ് ആണ് മൂവ് ചെയ്യുന്നത് നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്തത്? ഫസ്റ്റ് ടെലിസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ഫ്രിഞ്ചിനെ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുക, അതിന്റെ പൊസിഷൻ x1 എന്ന് മാർക്ക് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് യു മൂവ് ദ പൊസിഷൻ ഓഫ് മിറർ m2 so that the fringes appear and disappear in the field of view of the telescope. So അങ്ങനെ മൂവ് ചെയ്യുന്ന ഫ്രിഞ്ചുകൾ ഒരു ക്യാപിറ്റൽ N നമ്പർ ഓഫ് ഫ്രിഞ്ചസ് മൂവ് ചെയ്യുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ, ആഫ്റ്റർ മൂവിങ് N ഫ്രിഞ്ചസ് you note the position of the screw, micrometer screw. Let that be x2. അപ്പോൾ ആദ്യം നമ്മളൊരു ഫ്രിഞ്ച് ലൊക്കേറ്റ് ചെയ്തു, അതിന്റെ പൊസിഷൻ x1 ആയിരുന്നു. അതിനുശേഷം ആ മൈക്രോമീറ്റർ സ്ക്രൂ മൂവ് ചെയ്ത് n ഫ്രിഞ്ചസ് കടന്നു പോകുന്നു. നമ്മുടെ ടെലിസ്കോപ്പിന്റെ ഫീൽഡ് ഓഫ് വ്യൂയിലൂടെ n നമ്പർ ഓഫ് ഫ്രിഞ്ചസ് കടന്നു പോകുന്നു. അതിനുശേഷമുള്ള പുതിയ സ്ക്രൂ പൊസിഷൻ എന്ന് പറയുന്നത് x2 ആണ്. അപ്പോൾ എത്രമാത്രം നമ്മൾ ഇതിനെ മൂവ് ചെയ്യിച്ചിട്ടുണ്ട്? വി ഹാവ് മൂവ്ഡ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് x2 മൈനസ് x1 മൂവ് ചെയ്യിച്ചിട്ടുണ്ട്. ഇനി നമുക്കറിയാം ഒരു മൈക്കൽസൺ ഇന്റർഫെറോമീറ്ററിൽ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് ഡിസപ്പിയർ ആയി അടുത്ത ഡാർക്ക് ഫ്രിഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ എത്ര മൂവ് ചെയ്യിച്ചിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? λ/4 മൂവ് ചെയ്യണം. അതായത് ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് ഡിസപ്പിയർ ആയി തൊട്ടടുത്ത ഡാർക്ക് ഫ്രിഞ്ച് വരണമെന്നുണ്ടെങ്കിൽ അതായത് there must be a path difference of λ/2. എക്സ്ട്രാ λ/2 പാത്ത് ഡിഫറൻസ് കൂടി വന്നാലാണ് ബ്രൈറ്റ് ഫ്രിഞ്ച് മാറി ഡാർക്ക് ഫ്രിഞ്ച് വരുള്ളൂ. λ/2 പാത്ത് ഡിഫറൻസ് വരണമെന്നുണ്ടെങ്കിൽ ആ സ്ക്രൂ λ/4 മൂവ് ചെയ്യണം, അല്ലെങ്കിൽ മിറർ λ/4 മൂവ് ചെയ്യണം. അപ്പോൾ ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റിൽ λ/4 പ്ലസ് λ/4 ടോട്ടൽ എത്ര? λ/2 പാത്ത് ഡിഫറൻസ് വരും. അങ്ങനെ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് ഡിസപ്പിയർ ആയിട്ട് ഡാർക്ക് ഫ്രിഞ്ച് വരും. പക്ഷെ ഇവിടെ നമ്മൾ ബ്രൈറ്റ് ഫ്രിഞ്ച് ആണ് കൗണ്ട് ചെയ്യുന്നതെങ്കിൽ ബ്രൈറ്റ് തന്നെയാണ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഡാർക്ക് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഡാർക്ക് തന്നെയാണ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ n നമ്പർ ഓഫ് ഫ്രിഞ്ചസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് പോയി അടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ച് വരണമെന്നുണ്ടെങ്കിൽ ഈ മൈക്രോമീറ്റർ സ്ക്രൂ എത്ര മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരും? ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് പോയി തൊട്ടടുത്ത ഡാർക്ക് ഫ്രിഞ്ച് വരണമെങ്കിൽ λ/4 മൂവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് പോയി വീണ്ടും അടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ച് വരുന്നത് വരെ നമ്മൾ എത്രമാത്രം അത് മൂവ് ചെയ്യിക്കേണ്ടി വരും? λ/2 മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കൗണ്ട് ചെയ്ത് പോകുന്നതിന് λ/2 മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ n ഫ്രിഞ്ചസ് കടന്നു പോകുന്നതിന് എത്രമാത്രം മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടാകണം? n ടൈംസ് λ/2 ആണ് അതിന് നമ്മൾ മൈക്രോമീറ്ററിൽ മൂവ് ചെയ്യിച്ചിട്ടുള്ളത്. ഓക്കെ, so x2 minus x1 is equal to n times λ/2. x2 minus x1 നെ ഞാൻ x എന്ന് കൊടുക്കാം. ഡിഫറൻസ് is x is equal to n λ/2. അപ്പോൾ what is lambda is equal to 2x divided by n.
വളരെ എളുപ്പത്തിൽ നമുക്കിപ്പോൾ ഉപയോഗിച്ച ലൈറ്റിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി, ഒരു ബ്രൈറ്റ് ഫ്രിഞ്ചിനെ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഫ്രിഞ്ചിനെയോ ലൊക്കേറ്റ് ചെയ്യുക, അതിൻ്റെ പൊസിഷൻ x1 എന്ന് എടുക്കുക, അതിനുശേഷം M2 എന്ന് പറയുന്ന മിററിൻ്റെ മൈക്രോമീറ്റർ മൂവ് ചെയ്യിച്ച് n നമ്പർ ഓഫ് ബ്രൈറ്റ് ഫ്രിഞ്ചസ് കടന്നു പോകുന്നത് കൗണ്ട് ചെയ്യുക. അതിന് ശേഷമുള്ള പുതിയ പൊസിഷൻ x2 എന്ന് എടുക്കുക. അപ്പോൾ ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് കടന്നുപോയി അടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ച് വരുന്നത് വരെ λ/2 ഡിസ്റ്റൻസ് മൂവ് ചെയ്യിച്ചിരിക്കണം. അതെങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് പോയി അടുത്ത ഡാർക്ക് വരണമെങ്കിൽ നമ്മൾ λ/4 മൂവ് ചെയ്യണം. കഴിഞ്ഞ വീഡിയോ സെഷനിൽ നോക്കിയാൽ മതി, അതിന് മനസ്സിലാവും. ഇത് ഞാനിപ്പോൾ പറയുന്നത് ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് പോയി അടുത്ത ബ്രൈറ്റ് ഫ്രിഞ്ച് വരണമെങ്കിൽ അപ്പോൾ എത്ര, ഒരു λ/4 പ്ലസ് λ/4 എടുത്തിട്ട് λ/2 ആണ് നമുക്ക് മൂവ് ചെയ്യിക്കേണ്ടതായിട്ട് വരിക. ഓക്കെ, അങ്ങനെ λ/2 ഡിസ്റ്റൻസ് ആണ് ഒരു ബ്രൈറ്റ് ഫ്രിഞ്ച് മൂവ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നത്. അങ്ങനെയാണെങ്കിൽ n ബ്രൈറ്റ് ഫ്രിഞ്ച് മൂവ് ചെയ്യുന്നതിന് എത്ര വരും, n into λ/2. സോ x equal to n λ/2. സോ λ equal to 2x/n. സോ യൂസിങ് ദിസ് ഇക്വേഷൻ, അപ്പോൾ x നമുക്ക് മൈക്രോമീറ്റർ റീഡിംഗിൽ നിന്ന് എടുക്കാൻ പറ്റും. n എന്ന് പറഞ്ഞാൽ നമ്മൾ കൗണ്ട് ചെയ്യാണ്, 10 ഫ്രിഞ്ചസ് കടന്നു പോകുന്നു അല്ലെങ്കിൽ 20 ഫ്രിഞ്ചസ് കടന്നു പോകുന്നു, ആ രീതിയിൽ അങ്ങ് എടുത്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കുന്നതിന് ഈ ഒരു മെത്തേഡ് നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ആപ്ലിക്കേഷനിലേക്ക് പോവുകയാണ്. സെക്കൻഡ് ആപ്ലിക്കേഷൻ, ഇറ്റ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ഡിഫറൻസ് ഇൻ വേവ് ലെങ്ത്. രണ്ട് വളരെ അടുത്തടുത്തുള്ള വേവ് ലെങ്ത്തുകൾ എമിറ്റ് ചെയ്യുന്ന സോഴ്സ് ഒക്കെ ഉണ്ടെന്ന് വിചാരിക്കുക, λ1 λ2. ലെറ്റ് എ സോഴ്സ് എമിറ്റ് ടു വെരി ക്ലോസ് വേവ് ലെങ്ത് λ1 ആൻഡ് λ2. അവർ തമ്മിൽ വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള വേവ് ലെങ്ത്തുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിനും വേണമെങ്കിൽ നമുക്ക് ഈ മൈക്കൽസൺ ഇന്റർഫെറോമീറ്റർ ഉപയോഗിക്കാം. അപ്പോൾ അത് രണ്ടും വളരെ അടുത്തടുത്തുള്ള വേവ് ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ഈ മൈക്രോമീറ്റേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ വരുമ്പോൾ ഫ്രിഞ്ചസ് വളരെ ബ്രൈറ്റ് ആയിട്ട് തോന്നും. ബിക്കോസ് ആ ഒരു സോഴ്സ് രണ്ട് ലൈറ്റിനെയാണ് എമിറ്റ് ചെയ്യുന്നത്, രണ്ട് വേവ് ലെങ്താണ് എമിറ്റ് ചെയ്യുന്നത്, λ1 λ2. അവർ തമ്മിൽ അധികം ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ ഈ ടെലിസ്കോപ്പിലൂടെ നോക്കിക്കൊണ്ട് ഈ മൈക്രോമീറ്റർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക പൊസിഷനിൽ എത്തുമ്പോഴത്തേക്കും ഫ്രിഞ്ചസ് വളരെ ബ്രൈറ്റ് ആയിട്ട് തോന്നും. അങ്ങനെ ഫ്രിഞ്ചസ് ബ്രൈറ്റ് ആയിട്ട് തോന്നാൻ കാരണം λ1 എന്ന് പറയുന്ന ലൈറ്റ് ഉണ്ടാക്കുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചും λ2 എന്ന് പറയുന്ന ലൈറ്റ് ഉണ്ടാക്കുന്ന ബ്രൈറ്റ് ഫ്രിഞ്ചും ഒരേ പൊസിഷനിൽ വരുമ്പോഴാണ് ഈ ഫ്രിഞ്ച് പാറ്റേൺ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ λ1 എന്ന് പറയുന്ന ലൈറ്റിന്റെ nth ബ്രൈറ്റ് ഫ്രിഞ്ചും λ2 എന്ന് പറയുന്ന ആളുടെ n+1 മിനിമം അത്രയെങ്കിലും വരണം, n+1th ബ്രൈറ്റ് ഫ്രിഞ്ചും ഒരേ പൊസിഷനിൽ വരുമ്പോഴാണ് ആ ഫ്രിഞ്ച് പാറ്റേൺ കൂടുതൽ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് അപ്പിയർ ചെയ്യുന്നത്. രണ്ട് ഇൻഡിഫറൻസ് പാറ്റേൺ ആണ് ഉണ്ടാകുന്നത്, കാരണം രണ്ട് വേവ് ലെങ്ത് ഉണ്ട്. നമ്മൾ പഠിച്ചു വേവ് ലെങ്ത്തിന്റെ കണ്ടീഷൻ ബ്രൈറ്റ് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്, പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് n λ ആകണം ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാകാനായിട്ട്, ഡാർക്ക് ആണ് n+1/λ. അപ്പോൾ പാത്ത് ഡിഫറൻസ് n λ ആകണം. രണ്ട് വേവ് ലെങ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരാളുടെ n λ1 ബ്രൈറ്റ് ഉണ്ടാവുക. അപ്പോൾ രണ്ടാമത്തെ അതേ പൊസിഷനിൽ തന്നെ അടുത്ത ആളുടെയും ബ്രൈറ്റ് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ അയാളുടെ n λ ആയിരിക്കില്ല, അയാൾ അടുത്ത തൊട്ടപ്പുറത്ത് n+1 എങ്കിലും വരണം, n+1 λ1 ആയിരിക്കും അയാളുടെ ബ്രൈറ്റ് ഫ്രിഞ്ച് ഉണ്ടാവുക. രണ്ടുപേരുടെയും ഒരേ പൊസിഷനിൽ ഒരേ നമ്പർ ഓഫ് ഫ്രിഞ്ചസ് ഉണ്ടാകില്ല, അങ്ങനെ രണ്ടുപേരും വേവ് ലെങ്ത് സെയിം ആയിരിക്കും. അപ്പോൾ വേവ് ലെങ്ത് ഡിഫറൻസ് ആയതുകൊണ്ട് ഒരാളുടെ ബ്രൈറ്റ് ഫ്രിഞ്ച് nth ബ്രൈറ്റ് ഫ്രിഞ്ച് കോയിൻസൈഡ്സ് വിത്ത് ദ n+1th ബ്രൈറ്റ് ഫ്രിഞ്ച് ഓഫ് ദ സെക്കൻഡ് വേവ് ലെങ്ത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഈ ബ്രൈറ്റ് ഫ്രിഞ്ചുകൾ അല്ലെങ്കിൽ ആ ഫ്രിഞ്ച് പാറ്റേൺ വളരെയധികം ബ്രൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. ആ ഒരു പൊസിഷൻ നോട്ട് ചെയ്യുക, ആ പൊസിഷനെ നമുക്ക് മാർക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് നോട്ട് ദ പൊസിഷൻ. അപ്പോൾ ഒരു ബൈ അഡ്ജസ്റ്റിംഗ് ദ സ്ക്രൂ യു നോട്ട് ദ പൊസിഷൻ ഓഫ് ദ മൈക്രോമീറ്റർ വേർ ദ ഫ്രിഞ്ച് പാറ്റേൺ അപ്പിയേഴ്സ് വെരി ബ്രൈറ്റ്. ഇനി വീണ്ടും ആ മൈക്രോമീറ്റർ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഫ്രിഞ്ച് പാറ്റേൺ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞിട്ട് അത് യൂണിഫോം ആയിട്ട് കുറച്ച് നേരം മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഫ്രിഞ്ച് പാറ്റേൺ യൂണിഫോം ഇലുമിനേഷനിലിരിക്കും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഹൈ ബ്രൈറ്റ് ആയിട്ട് വരും. അപ്പോൾ വീണ്ടും ഈ ബ്രൈറ്റ് ഫ്രിഞ്ചസ് ഓഫ് λ1 ആൻഡ് λ2 കോയിൻസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും എത്തുന്നതിന് വേണ്ടി നമ്മൾ മൈക്രോമീറ്റർ d എന്ന ഡിസ്റ്റൻസ് ആണ് മൂവ് ചെയ്തിട്ടുള്ളതെന്ന് വിചാരിക്കാം. അതായത് ദ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ ദ മൈക്രോമീറ്റർ m1 ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് പൊസിഷൻസ് ഓഫ് മാക്സിമം ബ്രൈറ്റ്നെസ് ഇസ് d.
അങ്ങനെയാണെങ്കിൽ പാത്ത് ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 2d ആയിരിക്കും. കാരണം ഫോർവേഡ് മൂവ്മെന്റ് ഓഫ് ലൈറ്റ് ആൻഡ് ബാക്ക്വേർഡ് മൂവ്മെന്റ് ഓഫ് ലൈറ്റ്, അങ്ങനെ രണ്ട് മൂവ്മെന്റ് ആണ്. 2d is the path difference. Okay, so ഒന്നുകൂടി പറയാം. By adjusting the position of micrometer, a position reaches when the fringe pattern will become very bright. That indicates that the nth bright fringe of lambda 1 and the n plus 1th bright fringe of lambda 2 coincides, not the position. And further moving the micrometer screw of M2 or M1, you can see that the fringe pattern, uniform illumination of the fringe pattern, and after some time again high bright region reaches. So the distance moved by the micrometer or the mirror is d, then the total path length traveled is 2d. This 2d must be either equal to n lambda 1 or it is also equal to n plus 1 lambda 2. Path difference is either n lambda 1 or 2n plus 1 lambda 2. So we can solve this to get the value of difference in wavelength. How can we solve this? So this is equal to n lambda 2 plus n lambda 2. Now n times lambda 1 minus lambda 2 is equal to lambda 2. So n is equal to lambda 2 divided by lambda 1 minus lambda 2. So now 2d equal to n lambda 1, that is lambda 1 lambda 2, we are substituting for n, lambda 1 minus lambda 2. But we know that lambda 1 is so close to lambda 2, therefore lambda 1 lambda 2 can be written as a common wavelength lambda square. What is lambda? Lambda is equal to lambda 1 plus lambda 2 divided by 2, the average value of these two wavelengths. So this will be the difference in wavelength. We have to calculate the difference in wavelength. So lambda 1 minus lambda 2 is equal to lambda 1 lambda 2 divided by n, by 2d. So delta lambda equal to, instead of lambda 1 lambda 2, you can write lambda square divided by 2d. So in this way we can calculate the value of difference in wavelength between two very close wavelengths. Okay. Okay, students, there are a few applications of Michelson interferometer also. One is to find the refractive index of thin transparent films. Here we discussed everything with air as the film. So if you just think about, if instead of air, if some other medium is filled there, how can you find the refractive index? Okay, so you find a method for finding the refractive index of air, I mean other than air, some other medium there, and we can use Michelson interferometer for standardization of meter. Okay, so you just write a small note on those two applications of Michelson interferometer also. A determination of refractive index of a thin transparent film and also standardization of meter. Okay, students.